ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. പ്രാർത്ഥനയില്ലാതെ നമ്മുടെ സൗഹൃദം സഫലമാകില്ല. പ്രാർത്ഥന ദൈവത്തിൻ്റെ നോട്ടം നമുക്ക് നേടിത്തരുന്ന പ്രവൃത്തിയാണ്. കാണുന്നതിനേക്കാൾ നോക്കാനാണ് ക്രിസ്തു പോലും ആവശ്യപ്പെടുന്നത്. നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്കുവിൻ എന്നാണ് ക്രിസ്തുവാക്യം. എന്നാൽ നമ്മളാകട്ടെ ഉപരിതലങ്ങളിൽ മാത്രം കണ്ണു പായിച്ച് പലയിടത്തും തട്ടി വീണു പോകുന്നു. ചില കുഞ്ഞുങ്ങളെ പോലെ. സ്നേഹം തുളുമ്പുന്ന അമ്മമാർ മക്കളെ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ പറയുന്ന വാക്കില്ലേ, കുഞ്ഞിനെ നന്നായി നോക്കണേ എന്ന്. അതെ, പ്രാർത്ഥന ദൈവത്തിൻ്റെ കരുതലും സുരക്ഷിതത്വവും ഏറ്റുവാങ്ങുന്ന മഹനീയ കർമ്മമാണ്. മോശ കൈവിരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ ജനം ലക്ഷ്യം നേടി. എന്നാൽ മോശയുടെ കരം ചിലയിടങ്ങളിൽ താണപ്പോൾ അവർ വല്ലാതെ ക്ലേശിച്ചു. ഏറ്റവും സുന്ദരമായ പ്രാർത്ഥന അരങ്ങേറുന്നത് തോബീത്തിൻ്റെ പുസ്തകത്തിലാണ്. തോബിയാസ് മണിയറയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ടവിടെ. മണവറയിൽ തനിച്ചായപ്പോൾ തോബിയാസ് സാറായോട് ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്കെഴുന്നേറ്റ് കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് ഭരിക്കാനാണെന്ന ധാരണയാണ് പൊതുവെ നമുക്കുള്ളത്. എന്നാൽ ഒരു കുടുംബനാഥൻ്റെ ശ്രേഷ്ഠമായ ഉത്തരവാദിത്വം തൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നതാണ്. വിവാഹനാളിൽ ഇത്തരം ചില പ്രാർത്ഥനാശീലുകൾ നമ്മുടെ ദമ്പതിമാർക്കുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അധികമായിക്കൊണ്ടിരിക്കുന്ന വിവാഹ വേർപിരിയലുകൾ ഒഴിവായേനെ. അതെ, പ്രാർത്ഥന നമുക്കും വേണം. നമ്മുടെ സൗഹൃദം വിജയകരമാകണമെങ്കിൽ അത്യുന്നതൻ്റെ കരങ്ങൾ നമ്മോട് കൂടെ വേണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കരമുയർത്തുന്ന അനേകർ നമുക്ക് ചുറ്റിലുമുണ്ട്. നിന്റെ സങ്കടരാവുകളിൽ ക്രിസ്തു നിന്റെ ചുടുകണ്ണീർ ഒപ്പിയെടുക്കുവാൻ വേണ്ടി, നിന്റെ പ്രയത്നങ്ങൾ സഫലമാകുവാൻ വേണ്ടി ഉന്നതങ്ങളിലേക്ക് തല ഉയർത്തുക. ഇരമ്യാവ് 33:3. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.